ഹലോ ഹായ് നമസ്കാരം. നമ്മൾ ഈ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ പല വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആക്ഷൻ സിനിമ, അല്ലെങ്കിൽ സൈഫൈ, ഇമോഷണൽ ഡ്രാമ എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ ജോണറെന്നും ജോൺറെന്നും ഒക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് മലയാളത്തിൽ അതിനെ വിഭാഗം എന്ന് പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജനറിക് എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടി വേണം. നമ്മൾ ഈ ഇലക്ട്രിക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ മൈക്ക് വാങ്ങിക്കുമ്പോൾ ഒരു ബ്രാൻഡിൻ്റെ മൈക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ജനറിക് മൈക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വില വളരെ കുറവായിരിക്കും. ആൻഡ് അതിൽ ഒരു സ്പെസിഫിക് ഫീച്ചർ ഭയങ്കരമാണ് എന്നൊന്നും പറയാനില്ല. ഇപ്പോൾ മൈക്ക്, ഒരു ജനറിക് മൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് ക്യാമറയിലും കുത്താം, ലാപ്ടോപ്പിലും കുത്താം, ഫോണിലും കുത്താം, എങ്ങനെ വേണമെങ്കിലും. അതിന് അങ്ങനെ ഒരു ഡിമാൻഡില്ല എന്ന് പറഞ്ഞ പോലെ ജനറിക് സിനിമകൾ എന്ന് പറയാൻ തോന്നുന്നു. ചിലപ്പോൾ ആ സിനിമ ഉണ്ടാക്കുന്ന ആളുകൾ അതിനൊരു ക്രൈം ത്രില്ലർ എന്നുള്ള രീതിയിലോ, ഒരു സൈഫൈ സിനിമ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിലോ ഒക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ആ സിനിമ പൂർത്തിയായി പ്രേക്ഷകനിലേക്ക് എത്തുമ്പോൾ അത് ഈ പറയുന്ന വിഭാഗത്തിലുള്ളൊരു സിനിമ കാണുമ്പോൾ കിട്ടേണ്ട എഫക്റ്റ് ഒന്നും തരുന്നുണ്ടാവില്ല. ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലാണെങ്കിലും ഈ വർഷമാണെങ്കിലും അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ജനറിക് സിനിമകൾ എന്ന് പറയുന്നതിൽ തെറ്റില്ലാന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ജോലി രാവിലെ പോയി വൈകുന്നേരം വരാൻ വേണ്ടിയിട്ട് ഏത് സിനിമ വന്നാലും ചെയ്യുന്ന പറയുന്നൊരു ആറ്റിറ്റ്യൂഡിൽ ചെയ്യുന്നത് പോലെയോ. ഓക്കെ, പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. ഇന്ന് റിലീസായിട്ടുള്ള പടമാണ്. ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കാനുള്ള ഒരു ശ്രമം ആ സിനിമയിൽ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ സിനിമ എനിക്കൊരു ജനറിക് ആവറേജ് അനുഭവമായിട്ട് മാറിയത്. കാരണം ഈ സിനിമ ഒരുപാടിടങ്ങളിൽ ഇതിൻ്റെ സംവിധായകൻ്റെ സിനിമയാക്കി, അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൻ്റെ സിനിമയാക്കി മാറ്റാനുള്ള എന്തൊക്കെയോ എലമെൻറ്റുകൾ, നല്ല പൊട്ടൻഷ്യൽ ഈ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ഒരാവശ്യവുമില്ലാതെ ഇതിനകത്തേക്ക് കുത്തിക്കയറ്റിയ നായിക, പ്രണയം തുടങ്ങിയിട്ടുള്ള ഒരു ട്രാക്ക്, പിന്നെ ലോജിക്കില്ലായ്മ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വളരെ ആവറേജ് ആയി തോന്നിയ ഒരു അനുഭവമാണ് ഈ സിനിമ. ഇതിൽ പോസിറ്റീവ് ഘടകങ്ങളില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോസിറ്റീവ് പ്രകടനങ്ങളാണ്. ആരും മോശമാക്കിയിട്ടില്ല. ധ്യാൻ ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ ഒരു ജനറിക് പെർഫോമൻസ് തന്നെ അറിയിക്കുന്ന ഒരു സിനിമയായിരുന്നു ഇത്. കലാഭവൻ ഷാജോൺ അദ്ദേഹത്തിൻ്റെ CID രാമചന്ദ്രൻ കണ്ടതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടി കൊടുക്കാനും ഇടി കൊള്ളാനും വേണ്ടി മാത്രമുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്, അതിപ്പോൾ ഇൻകം ടാക്സിന് വേണ്ടിയിട്ടാണെങ്കിലും കേരള പോലീസിന് വേണ്ടിയിട്ടാണെങ്കിലും ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു ഫീല് പുള്ളിക്ക് വരുന്നുണ്ട്. പുള്ളി അത് ചെയ്യുമ്പോൾ വളരെ കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റോണി ഡേവിഡ് ഉണ്ട്, സഞ്ജു ശിവറാമുണ്ട്, ദേവകി രാജേന്ദ്രൻ ഉണ്ട്. ഇങ്ങനെ തുടങ്ങി ഈ സിനിമയുടെ കേന്ദ്ര ബിന്ദുവാക്കാൻ പൊട്ടൻഷ്യലുള്ള ആർട്ടിസ്റ്റും അവർക്ക് അതിനുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്നിട്ടും വീണ്ടും അവർ ഫോക്കസ് ചെയ്തത് ധ്യാൻ ശ്രീനിവാസനിലേക്കായിരുന്നു. ഇനി ഒരു പെർട്ടിക്കുലർ ആർട്ടിസ്റ്റിലേക്ക്, ഒരു ക്യാരക്ടറിലേക്ക് ഫോക്കസ് ചെയ്യാതെ ആ സിനിമയുടെ ട്വിസ്റ്റും ത്രില്ലും അതിലത്തെ പെയിനും കാര്യങ്ങളുമൊക്കെ ഒന്നുകൂടി കാണിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ബെറ്റർ ആവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സിനിമയുടെ ഒരു കോർ തീം, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ക്രൈം എന്ന് പറയുന്നത് തരക്കേടില്ലാത്ത ഒന്നായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്ലസ് അത് പറയാൻ വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്ന കാലഘട്ടം 2025 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന CCTV, മൊബൈൽ ഫോൺ ലൊക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ലല്ലോ. ഓൺലൈനായി കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കോർ, ആ ക്രൈം എന്ന് പറയുന്ന ഒരു സാധനവും അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന കാലഘട്ടവും നമുക്കൊരു പോസിറ്റീവ് ഘടകമായിട്ട് പറയാം. പാട്ടുകളിലേക്ക് വരുമ്പോൾ 2 പാട്ടുകൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. പക്ഷേ അത് സിനിമയിൽ ആവശ്യമില്ലായിരുന്നു. സിനിമയുടെ ആ ഒരു ഫ്ലോവിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. തുടക്കം മുതലേ ഇതിൽ ചില തട്ടിപ്പുകളുണ്ട്, തരികിടയുണ്ട് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ബിൽഡായി തുടങ്ങുമ്പോഴേക്കും അടുത്ത ട്രാക്കിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെയായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ട്വിസ്റ്റ് എന്ന് പറയാവുന്ന ആ ഒരു ഐഡിയ, അത് കാണുമ്പോൾ ഒരു രസമൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അതിലൊട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. സിനിമയിൽ പല കാര്യങ്ങളും കൺവിൻസ്ഡ് അല്ലായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ട്വിസ്റ്റ്, ആ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഒന്നെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കണം, അല്ലെങ്കിൽ തെർമൽ റിയാക്ഷൻ നടക്കണം. ഈ 2 കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കുകയാണെങ്കിൽ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട്, പ്രഷർ വേരിയേഷനുള്ള സാധ്യതയുണ്ട്, സൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, സ്മെല്ല് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയെല്ലാം ഒരു തരത്തിലും പരിഗണിക്കാതെ ഒരു ട്വിസ്റ്റ് പോലത്തെ ഒരു സാധനം നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. ആൻഡ് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒരു കുഗ്രാമത്തിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നതും അത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ഒരു ക്രൈം രൂപപ്പെട്ട് വരുന്നതിലെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആർക്കും അറിയാത്തൊരു കാര്യം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇവരിതെങ്ങനെ അറിഞ്ഞു എന്നുള്ളതിന് സിനിമയിൽ എവിടെയും ഉത്തരവില്ല. മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ കാണുന്ന ക്രൈം അത് നമുക്ക് അത്രയും ഭീകരമായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അതൊരു വലിയ ക്രൈമായിട്ട് തോന്നുകയും ആ ക്രൈമിൽ ഉൾപ്പെട്ടവരെ ശിക്ഷിക്കണമെന്ന് നമുക്ക്
നമുക്ക് തോന്നലുണ്ടാവുകയും ഈ നായക സ്ഥാനത്ത് വരുന്ന ആളുകളുടെ വിജയം നമുക്കൊരു വിജയമായിട്ട് തോന്നണമെങ്കിൽ നമുക്കിതിലൊരു ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്യണം. അതിൻ്റെ ഭീകരത, അതിൻ്റെ ഡെപ്ത് എന്താണ് എന്ന് മനസ്സിലാവണം. അതിലേക്കൊന്നും സിനിമ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഒരു ചെറിയ സ്പേസിൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു കാര്യം അവർ സെറ്റ് ഇട്ടിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ പോലും അതിനകത്തൊരു ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ എന്നിലെ പ്രേക്ഷകന് കൺവിൻസ്ഡ് ആവുന്ന ഒരു ഫീല് തരാത്ത, സാറ്റിസ്ഫൈങ് ആയ മൊമെൻറ്റ്സ് തന്നിട്ടില്ലാത്ത ഒരു ജനറിക് ആവറേജ് സിനിമ അനുഭവം എന്നാണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമ മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച റിലീസായ ചില സിനിമകൾ കണ്ടപ്പോഴും എനിക്ക് ഇത്രയൊക്കെ തന്നെ തോന്നിയുള്ളൂ. വളരെ ചെറിയ സമയം സർട്ടിഫിക്കറ്റിൽ കാണിക്കുകയും കണ്ടിരിക്കുന്ന പ്രേക്ഷകന് കുറച്ച് കൂടുതൽ സമയം തിയേറ്ററിൽ ഇരുന്നത് പോലെയും അനുഭവപ്പെടുന്ന ഒരു സിനിമ. പക്ഷേ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. സിനിമ കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഗംഭീര സിനിമയായി അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയി എന്നും തോന്നുന്നുണ്ടാവാം. അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? സിനിമ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായം കേട്ടു, ഇനി ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.